ഹലോ, വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. സോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. ഇന്ന് എനിക്കറിയില്ല, ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കിന്ന് എക്സാം ഉണ്ട്. സോ എക്സാം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യാതെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ എക്സാം 12:30 രാവിലെ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറ്റിയില്ല, എന്താ കഴിച്ചെന്നുള്ളതും. കഴിച്ചത് മേത്തി പറാട്ട ആയിരുന്നു കേട്ടോ. മേത്തി പറാട്ട, ചായ, പിന്നെ ഒരു ചട്നി ഉണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയൊന്നുമില്ല, നമുക്ക് 12:30 എക്സാം. സോ അപ്പോൾ നമുക്ക് ആ ടൈം ആകുമ്പോൾ റെഡി ആയാൽ മതി. അതിനിടയ്ക്ക് വേറെ ഇനി കലാപരിപാടികളൊന്നുമില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക, പഠിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. സോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം 12 മണി ആയിട്ടുണ്ട്. നമുക്ക് 12:30 എക്സാം. അപ്പോൾ നമുക്കിനി നടന്ന് പെട്ടെന്ന് നമുക്ക് എക്സാമിന് പോകാം. അല്ലെങ്കിൽ ഇനി ഇരുന്നാൽ ഞാൻ ലേറ്റ് ആവും. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് വലിയ എക്സാം അല്ല കേട്ടോ, ഇൻറ്റേർണൽസാണ്. സോ കുറച്ച് മാർക്കിന് 1 hour എക്സാമാണ്. അപ്പം നമുക്കിനി എക്സാം ഹോളിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അതിനകത്തിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ എക്സാം കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂർ എക്സാം ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഹൗ വാസ് യുവർ എക്സാം? ഒരെണ്ണം പകുതി എടുക്കാറില്ല. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്. സോ നമുക്ക് ഫുഡ് കഴിക്കാം. കഴിക്കാനുള്ളത് റൈസ് ഉണ്ടായിരുന്നു, പാസ്ത, ദാൽ, പിന്നെ കടലയും കുറച്ച് വെജിറ്റബിൾസും ഇട്ടുള്ളൊരു കറി, പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ അച്ചാർ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും റൂമിലെത്തി. ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി വൈകുന്നേരം ചിലപ്പോൾ ഞാൻ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ 6 മണി ആയാലും ഇവിടെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നോർത്ത് ഇന്ത്യയിൽ ഒരു 7 മണി 7:15 കഴിയണം കേട്ടോ നല്ലോണം ഇരുട്ടാനായിട്ട്.
നമ്മളവിടെ 6 മണിയൊക്കെ കഴിയുമ്പോഴേ നല്ല ഇരുട്ടി തുടങ്ങും കേട്ടോ. ഇവിടെ അങ്ങനെയല്ല. സോ ഇത് ഹോസ്റ്റലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. സ്ഥിരം വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മൾ ചിക്കൻ റോള് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഇവിടെ ചിക്കൻ റോൾ നമ്മുടെ നാട്ടിലൊരു ഷവർമ്മയില്ലേ, ഷവർമ്മയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഫാൻസ് ഉള്ളതാണ് കേട്ടോ ഈ ഒരു റോളിന്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിരിയാണി, അവിടെ ബിരിയാണി ചെമ്പാട്ട് ബിരിയാണി, പിന്നെ ചിക്കൻ റോള്, പിന്നെ എഗ് റോള്, പിന്നെ ചിക്കൻ ഫ്രൈ. ഇവിടുത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ഭയ്യ ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മെസ്സിലേക്ക് വന്നു. മെസ്സിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാർഡനും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അവിടെ ചെറിയൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഗെയിൻ നമ്മൾ പുറത്ത് പോയി കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ പലഹാരങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കുറച്ച് കഴിച്ചു. അത്രയുള്ള വീഡിയോ ഇനിയൊന്നുമില്ല. ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവാണ്. രാത്രി ഫുഡ് കഴിച്ചതും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് എനിക്ക് എന്താ കാര്യങ്ങൾ എന്നൊരു ദിവസം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നടത്തില്ലാതെ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.